ഹലോ! നമുക്കിന്ന് മറ്റൊരു ഉത്സവത്തിന്റെ വിശേഷത്തിലേക്ക് പോയാലോ? അപ്പൊ ചോദിക്കും, ഈ കൊച്ചിന് ഉത്സവത്തിന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ ഇടാനെന്ന്. അങ്ങനെയല്ല ട്ടോ. ഇതൊരു വെറൈറ്റി ഉത്സവമാണ്. നിങ്ങൾ നേരത്തെ കണ്ട പോലത്തെ ഉത്സവമല്ല. അപ്പോ ഞങ്ങൾ പോവാൻ പോകുന്നത് എൻ്റെ അമ്മാമ്മ വീട്ടിലേക്കാണ് കേട്ടോ. ആ കാണുന്നത് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അമ്മാമ്മ വീട്ടിലാണ് ഇന്ന് ഉത്സവം. അമ്മാമ്മ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഉത്സവം ഒരു വെറൈറ്റി ഉത്സവമാണ് കേട്ടോ. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അമ്മൂമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വഴിയിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടരും. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദേശക്കാരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇതിലും കേമമായിരിക്കാം നിങ്ങളുടെ നാട്ടിലെ ഉത്സവം എങ്കിലും എൻ്റെ ഒരു കൊച്ചു വിശേഷം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഉത്സവം ഞങ്ങൾ ആഘോഷിച്ചിട്ട് ഒരുപാട് നാളായി. എൻ്റെ കല്യാണത്തിന് മുന്നേ എന്തോ ആണ് അവസാനമായിട്ട് അവിടുത്തെ ഉത്സവത്തിനും പോകുന്നത്. അതിനുശേഷം അമ്മൂമ്മ എല്ലാ വർഷവും ഉത്സവത്തിന് വിളിക്കാറുണ്ട് കേട്ടോ. പക്ഷെ പോവാൻ സമയം കിട്ടാറേ ഇല്ല. എന്തായാലും ഈ വർഷം അതങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. ദേ അവിടെ ആർച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഏകദേശം ഒരു സന്ധ്യയായി. 5 മണിക്ക് അവിടെ എത്തണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ തന്നെ 6, 6:30 എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുത് ഉത്സവമൊക്കെ കണ്ടിട്ട് അമ്മൂമ്മയും കണ്ടിട്ട് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ ഉത്സവത്തിന്റെ ആരംഭമൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് തൊഴാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് പോയത്. പക്ഷേ നമുക്കവിടെ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുതു. അവിടുത്തെ ആൾക്കാരെ കണ്ടില്ലേ? ഇത് ഒരുപാട് ദേശക്കാരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമുണ്ട്. ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് പറയുന്നത് ഉരുട്ട് തമ്പുരാനാണേ. ഇവിടെ നമ്മൾ സാധാരണയായി കാണുന്ന കണക്ക് ഫ്ലോട്ടോ അതല്ലെങ്കിൽ ആനയോ ഒന്നുമില്ല. ഇവിടെ എപ്പോഴും അന്നം പിന്നെ അതുപോലെ തന്നെ കാളയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവം. അത് പല പല കരക്കാരെല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. എഴുന്നള്ളത്ത് ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് തൊഴാൻ പറ്റി കേട്ടോ എന്തായാലും. അത് കാരണം എല്ലാം തൊഴുത് നിന്ന് കാണാനും പറ്റി. അതായത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളത്ത് ഇറങ്ങി അതിൻ്റെ പുറകെയാണ് കേട്ടോ ഈ അന്നവും പിന്നെ കാളയും പിന്നെ ബക്കി സംഭവങ്ങളെല്ലാം പോകുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ സംഭവമാണ് കേട്ടോ. ഇതൊന്നും പണ്ടില്ലായിരുന്നു. പണ്ടത്തെ ഒരു ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നം പിന്നെ അതുപോലെ തന്നെ കാളയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരാണ് ഈ ഇമ്മാതിരി പരിപാടികളും പാട്ടും അതും ഇതുമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ദേ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു അന്നമാണ് കേട്ടോ. ഇത് ഒരു ഗ്യാങ്ങിന്റെ അന്നമാണ് ഈ സംഭവം. പിന്നെ അതെ ഇത് കാളയാണ് കേട്ടോ. അങ്ങനെ ഓരോ കാളയോ അല്ലെങ്കിൽ അന്നമോ ഒക്കെ നീങ്ങുന്നതിനനുസരിച്ച് വയലിൽ കൊണ്ടിട്ടിരിക്കുന്ന ഓരോരുത്തർ ഇങ്ങനെ നീങ്ങിത്തുടങ്ങും. അതാണ്. അപ്പം ഓരോ കാളയുടെയോ അല്ലെങ്കിൽ അന്നത്തിൻ്റെയോ ഫ്രണ്ടിൽ ഇതേപോലെ പാട്ടും ബാൻഡ് മേളവും എല്ലാം ഉണ്ടാവും കേട്ടോ. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10 എണ്ണമൊക്കെ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ദേ ഇവരിറങ്ങിയിട്ടുണ്ട്. പിള്ളേരെയൊക്കെ പേടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ധനൂട്ടി ഞങ്ങൾ അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വലിയ പ്രശ്നമില്ല. ധനൂട്ടി കുറച്ച് പേടിച്ചൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ദേ കണ്ടില്ലേ അച്ഛനുമായിട്ട് പോയി മാറിയിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട്. പിന്നെ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ മേടിക്കുന്നൊരു സാധനമാണ് കേട്ടോ കൊളുന്ത്. ഈ വട്ടം ഞങ്ങൾ അത് മേടിക്കാനായിട്ടാണ് ഇരുന്നത്. പക്ഷെ അവിടെ എങ്ങും കണ്ടില്ല. കൊളുന്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൈസ് ചെടിയാണ് കേട്ടോ. അത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവാം. പക്ഷേ ഇവിടെ അമ്മാമ്മ വീട്ടിലെ ഉത്സവത്തിന് വരുമ്പോഴാണ് ഞങ്ങൾ സാധാരണ ആ കൊളുന്ത് മേടിക്കുന്നത്. നല്ല മണമാണ് കേട്ടോ. അത് അമ്മ പണ്ട് അലമാരിയിലൊക്കെ കൊണ്ടുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. തുണിയുടെ ഇടയിലൊക്കെ മണം കിട്ടാനായിട്ട്. അങ്ങനെ എനിക്കൊരു വെറൈറ്റി തോന്നിയത് കണ്ടില്ലേ? ദേ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയില്ലേ? അമ്മമ്മമാരുടെ കളിയൊക്കെ കണ്ടില്ലേ? ഭയങ്കര രസമായിരുന്നു. അതെല്ലാം കണ്ടിട്ട് ദേ ഇതാണ് ഞങ്ങളുടെ സുന്ദരി അമ്മാമ്മ. അമ്മാമ്മയെ കാണാൻ മിക്കപ്പോഴും പോവാറുണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഞങ്ങളെ ഇങ്ങനെ കാത്തിരിക്കും ഓരോ വരവിനും വരാൻ വേണ്ടിയിട്ട്. അമ്മാമ്മയ്ക്ക് ആവുന്ന സമയത്തൊക്കെ ഞങ്ങളെ കാണാൻ ഓടി ഓടി വരുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ആൾക്ക് വയ്യാണ്ടായിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ട് ചെന്ന് കാണാറുണ്ട്. ആകെ 2 കൊച്ചുമക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയത്തിയാണ് കേട്ടോ. പക്ഷെ ഇപ്പം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹവും ധനൂട്ടീനെയാണ് കേട്ടോ. ആ കാണുന്നത് എൻ്റെ മാമനാണ്. മാമനും അമ്മാമ്മയും മാത്രമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അമ്മാമ്മയുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ വർത്താനം പറയുന്നത് ഒന്നും സമയം പോകുന്നത് അറിയില്ല. സത്യം പറഞ്ഞാൽ ആള് നന്നായിട്ട് പാടും കേട്ടോ. ഒരു പാട്ട് പാടാമെന്നൊക്കെ ചോദിച്ച് ഞാനൊരു പാട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ്. എപ്പോൾ അമ്മാമ്മ വീട്ടിൽ നിന്ന് വന്നാലും ദേ ഇതേപോലെ കവറിൽ എന്തെങ്കിലും അമ്മയുടെ കയ്യിൽ കാണും കേട്ടോ. അമ്മാമ്മ കൊടുത്തു വിടും. ഞങ്ങൾ പോകുന്നതാണ് ഏറ്റവും സങ്കടം ആൾക്ക്. ഇനി എന്ന് വരും, എന്ന് അമ്മാമ്മയെ കാണാൻ വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട് കേട്ടോ.
ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ആണ് അമ്മമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. അങ്ങനെ ഇതേപോലൊരു നിപ്പ വാതിലിൽ ടാറ്റയും പറഞ്ഞ് അത് പണ്ട് തൊട്ടേയുള്ള ശീലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദേ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.